ഇത് ഒറിജിനൽ പോവാല പ്ലാസ്റ്റിക് കടയുടെ ഫ്രണ്ടാണ്. നമ്മള് മറ്റേത് ഫ്രഞ്ച് പോണ്ടിച്ചേരി ഫ്രഞ്ച് കോളനിയാണല്ലേ, ഇത് പോർച്ചുഗീസ്. ഇവിടെ ഓൾഡ് സ്ട്രീറ്റ് ആണ്. ഇവിടെ ലൈക്ക് ഫോട്ടോഷൂട്ട്. ഓ നൈസ്. അങ്ങനത്തെ അടിപൊളി ശരിക്കും ഫോട്ടോഷൂട്ട്. മറ്റേ കല്യാണം നമ്മുടെ കൊച്ചിയിൽ മറ്റേ ഫ്രഞ്ച് കോളനി അല്ലേ, പോർച്ചുഗീസിൻ്റെ ഇതുണ്ടല്ലോ, സ്ട്രീറ്റ് ഉണ്ട്, ജൂയിഷ് സ്ട്രീറ്റ് കൈൻഡ് ഓഫ് അതുപോലത്തെ സ്ട്രീറ്റാണ്. പക്ഷെ ഇവിടെ തിരക്ക് കുറവാണ് കേട്ടോ, സീസൺ ടൈം അല്ല, അല്ലെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇവിടെ ഉണ്ടോ ലൈക്ക് ഒരു ഗ്യാപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ലൈക്ക് റൂട്ട് ഇല്ല, കണ്ടിന്യൂസ് ഷോപ്പുകളാണ്. നോ ലൈക്ക് നൈസ്, രസമുണ്ട്. പക്ഷെ തിരക്ക് കുറവായതിൻ്റെ ഒരു പ്രശ്നം മാത്രം. ചിലപ്പോൾ തിരക്ക് കുറഞ്ഞാൽ നമുക്ക് സുഖമാണ്, തിരക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോ നടക്കാനും വലിയ ഇതൊന്നും കാണാനും വലിയ. ഇവിടെ നൈസ് വൈബ് ഉണ്ടല്ലേ ഒരു നട്ടുച്ചക്ക് 500 രൂപ ചാത്തൻ ക്ലാസ്സിന്. അതെ ഇവിടെ നൈസായിട്ടല്ലേ. പക്ഷേ വിശക്കണ്ട എൻ്റെ മോക്ക്. എടീ നമ്മള് ഇവിടെ നിന്ന് റൈറ്റ് സ്ട്രേറ്റ് അങ്ങോട്ട് പോയാലും നമ്മുടെ വഴി. ആഹാ ആ ബിൽഡിംഗ് നോക്കി, നൈസ്. ഇതേ സൂപ്പർ മാർക്കറ്റ് പേടിക്കണോ? അല്ല പെയിന്റ് കടയാണോ? പെയിന്റ് കട ലുക്ക് നോക്കി. ചിലപ്പോ നമ്മള് പണി കിട്ടുന്നോ അങ്ങനല്ലേ. അതിന്റെ അപ്പുറത്താണ്. പക്ഷെ ഇങ്ങനെ പോകുമ്പോ നൈസ്. വീട്ടിലേക്ക് ഡാൻസ് കളിക്കാൻ. ഇതാണ് ഇവിടുത്തെ ഉള്ളിൽ ടെമ്പിൾ എന്ന് ചേച്ചി പറയുന്നു. എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. 500, 5000 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ ഇതാണ് അമ്പലം. നമ്മൾ വന്ന സ്പോട്ടിലെത്തി. നമുക്ക് 1 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഡിറ്റേക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട അത് റെക്കോർഡൊക്കെ ഉണ്ടായില്ല. ഡേറ്റയ്ക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട രസമാണ്. പക്ഷെ ഇവിടെ രാത്രി വരികയാണെങ്കിൽ വൈബായിരിക്കും അല്ലേ. ഡേറ്റ വഴിയിലിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. എന്നിട്ട് ആ മണ്ടത്തരം പറ. നമ്മളെ പേഴ്സ് എടുക്കാൻ പറഞ്ഞ് പേഴ്സ് ബാഗിൽ വെച്ച് ഇറങ്ങി. അത് കാരണം ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒന്നും മേടിക്കാൻ പറ്റിയില്ല. ഡേറ്റയ്ക്ക് 1 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഡേറ്റയ്ക്ക് നല്ല വിശപ്പും പിന്നെ എന്തൊക്കെയുള്ള ഡേറ്റയ്ക്ക് തലവേദന ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ സ്മൂത്തി മേടിക്കാൻ വന്നേക്കാണ്. ഇതാണ് 1000 ബാത്തിൻ്റെ നോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കോക്കനട്ട് സ്മൂത്തിയും ഒരു സ്ട്രോബെറി സ്മൂത്തിയാണ്. 1890 ആണ്. ഇതാണ് ഷോപ്പ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. നമ്മുടെ ഗൈഡ് ഇവിടെ ഉണ്ട്. ഡേറ്റ ഇങ്ങനെയുണ്ട് രണ്ടും കൂടി കഴിച്ചിട്ട്. വിച്ച് വൺ ഈസ് ബെറ്റർ? ഇത് മധുരമായിട്ട്, ഇത് ഇത്തിരി പുളി രസമൊക്കെ ആയിട്ട് രസമുണ്ടല്ലേ. ഹാപ്പിയാ? ഇപ്പം നമ്മളെ അടുത്ത സ്ഥലം വന്ന് ഇവിടെ നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്
ഇത് അടുത്തൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഒരു 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് ട്രാവല്. ലൈക്ക് ഇത് ആ സിറ്റി ഫുൾ കാണാനുള്ളതാ. ഒരു കുരങ്ങി കറക്റ്റ് ആ ഷേപ്പ് നീ പിടിച്ചത് അല്ല. നമ്മൾ പോയ സ്ഥലം ഏതാന്ന് പറയാം, കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ പോയ സ്ഥലം എവിടെയായിരുന്നു അറിയാം? സ്റ്റേഡിയം. നമ്മൾ നൈസ്. ഇവിടെ ചൂട് ഉണ്ട്, പക്ഷെ തണുത്ത സ്ഥലം, നല്ല കാറ്റൊക്കെ ഇറങ്ങിയ ലൈക്ക് വേറെ വൈബ് തന്നെയായിരുന്നു. ആൾക്കാർ കുറവാണ്. അതെ, അതാണ് ബീച്ചുകൾ. എത്ര ബീച്ചല്ലേ, ഐലൻഡിൽ എന്തോരം ഐലൻഡല്ലേ. നൈസ്. നമ്മൾ പോയ സ്ഥലം ഏതായിരിക്കും? സിറ്റി ലൈക്ക് അതായിരിക്കും തോന്നുന്നു. നമ്മുടെ ഹോട്ടല് അതിന്റെ ബാക്കില്ലേ? ശരിയാണ്, ഇത് ബാക്ക് സൈഡ് തന്നെയാ. ഇവിടെ ബാക്ക് അടി തിരിഞ്ഞിരിക്കണ. ഇഷ്ടപ്പെട്ടില്ലേ? സ്ഥലം ഇഷ്ടപ്പെട്ടില്ലേ? ഗുഡ്. ഒരു വ്യൂ ആണ്, നല്ല തണുത്ത കാറ്റൂടെ ഇറങ്ങി പൊളിയാണ്. ഇവിടെ ചെറിയ വെയിലുണ്ട്, ചെറിയൊരു, പക്ഷെ ഇത്ര ഗ്രീനർ ഉണ്ടെങ്കിലും തണുപ്പില്ലല്ലോ. റൈറ്റ് ആയിട്ടും തണുപ്പില്ല. പിന്നെ ടൂറിസ്റ്റ് വളരെ കുറവാണ് കേട്ടോ. ഡിറ്റ് ഒരു കുരങ്ങനെ കണ്ട് പേടിച്ച് കുരങ്ങൻ ഡിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. ഞാൻ ഡിറ്റ് ഒരുമിച്ചടക്കാണ്, കുരങ്ങത്തിൽ കൂടെ പോയി. ഡിറ്റിന്റെ പേടി കാരണം കുരങ്ങൻ ഡിറ്റിനെ പുറകെ. അപ്പൊ ഞാൻ നിന്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നാ. നിന്റെ പേടി കാരണമാണ് കുരങ്ങന്മാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ഥലമുണ്ട്. ഗുഡ്. ഇവരെന്തൊക്കെയോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഇത് ജ്വല്ലറി കല്ലിനൊക്കെ 40,000 baht. അത്ര ഉള്ളല്ലേ, നിസാറുള്ളൂ. വളരെ റേറ്റ് കുറവാണ്. കോട്ടക്സ് വെള്ളല്ല പാറ. അറിയില്ല. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യു കെയിലത്തെ ഇങ്ങനത്തെ മ്യൂസിയത്തിലുണ്ട്. നൈസ്. 59 പ്രത്യേകത ഉണ്ടാ. ഇതിങ്ങനെ ഫുൾ ജ്വല്ലറി. ഇതൊക്കെ ആയിരിക്കും പണ്ടത്തെ മെഷീൻസ് ആണോ? ഒന്നുമില്ലല്ലോ. യൂട്യൂബറാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്, അവരും യൂട്യൂബറാണ്. ചാനൽ ഏതാണെന്ന് ചോദിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനാണ്. അതെ, അത് ഉണ്ടാക്കേണ്ട ആള്. എന്തുകൊണ്ടാണ് ജെംസ് തൈലന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെഡലാക്കേണ്ട. ഇതാണ് റൂബി സഫയർ പേൾ. ഇവിടെ പ്രത്യേകിച്ച് ഇത് ശരിക്കും എന്തെങ്കിലും വെറൈറ്റി കാണുകയാണെങ്കിൽ ഇവിടെ എന്തോ ബെറ്റർ സ്ലീപ്പ് ബെറ്റർ ലൈഫ് എന്ന് കുറച്ചാൽ ഓർക്കാൻ പറ്റുക. ഇതെന്തത്? പ്ലീസ് ഡോണ്ട് സ്റ്റാൻഡ് ഹിയർ. ഇല്ല, ഇരിക്കാൻ പറ്റുമോ? ഇത് കുറേ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? നെവർ. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അത് കാരണം അതിൻ്റെ ഉള്ളിൽ എക്സ്പെൻസീവ് എന്തൊക്കെ ഉണ്ടായിരുന്നു? 45,000-50,000 സ്റ്റാർട്ടിങ്. കുഞ്ഞിക്കല്ല് മോതിരം 50,000 ബാത്തിൻ്റെ ഒക്കെ മോതിരം, വള, മാല, കമ്മൽ. പിന്നെ 1,13,000 കണ്ടിരുന്നു. മറ്റേ ഒരേ പേള്
ജേഡ് പേളിപ്പ് പിന്നെ എന്തൊക്കെയായിരുന്നു സ്പ്രേ അണി എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ഇവിടെ വെറുതെ വന്ന് നിങ്ങളുടെ ഒരു സമയം കളയണ്ട. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഉള്ളിൽ പ്രീമിയം പോലെ കാണും. പക്ഷെ ഇവിടെ വന്ന് ആരും സമയം കളയേണ്ട ആവശ്യമില്ല.